സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. மெய்யெடுத்து நான் போடும் கையெடுத்து அன்பே, உலகம் மொழியில் வரும் எல்லாமே நேரெடுத்து காதல் தான் கண்ணெடுத்து அன்பே. மயிலிரே மயிலிரே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் മുംബൈ അന്നൊക്കെ സ്വർഗമായിരുന്നു എനിക്കവിടെ. ഞാൻ, ആസി, ആദം, ഞങ്ങളുടെ ലോകമായിരുന്നു കോളേജ് മുഴുവൻ. ഞങ്ങളുടെ ഭരണമായിരുന്നു അവിടെ. ആരും ഒന്നിനും ഞങ്ങളോട് ഒന്നും ചോദിക്കാൻ വരത്തില്ലായിരുന്നു. അത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു കോളേജിൽ. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ അത്രത്തോളം സന്തോഷ ദിവസങ്ങളായിരുന്നു. ആദ്യത്തെ ഒരു വർഷത്തിനകത്ത് 6 മാസം വരെ ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു. പിന്നെ അവിടുത്തെ ഫുഡൊന്നും പിടിക്കാണ്ട് ആദമിന് അസുഖമൊക്കെ വന്നപ്പോൾ നേരെ അർജുനേട്ടൻ്റെ അടുത്തോട്ട് പോയി. പിന്നെ ഏട്ടൻ്റെ കൂടെ ആയിരുന്നു ഞാനും ആദമും. എല്ലാം മാറി മറിഞ്ഞ് പെട്ടെന്ന് നല്ല രസമായിരുന്നു കിച്ചു. ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം എല്ലാം. നിക്ക് എന്റെ പൊന്നാദമേ, ഞാൻ എന്റെ പറയുന്ന കേക്ക്. പഠിക്കുന്ന കാര്യത്തിൽ നീ എന്നെക്കാർ സീനിയർ ആയിരിക്കാം, ചിലപ്പോ നീ 2nd ഇയർ ആയിരിക്കാം, 3rd ഇയർ ആയിരിക്കാം, ഐ ഡോണ്ട് കെയർ. പക്ഷെ നീ എന്നെ അനിയത്തിയാന്ന് മാത്രം പറയരുത്. എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ പറ്റാത്തുണ്ടല്ലേ. ശരിയാ, ഞാൻ നിന്നെക്കാളും 1 വർഷം ഇളയതാ. പക്ഷെ ആദമേ, നീ എന്നെ അനിയത്തിയായിട്ട് കാണുന്നെന്ന് പറയുന്ന കാര്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാ. ഓ എവള ഇന്ന്. എടി മാക്കാച്ചി, നിന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ എനിക്കറിയാം, എന്നാലും പറയാം. എടി, എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ പറ്റണ്ടേ? ആസിയുടെ അനിയത്തി എന്ന് പറയുമ്പോൾ നീ എൻ്റെയും പെങ്ങളാ. എൻ്റെ പൊന്നു ഫിദമോളെ, നീ എൻ്റെ പിറകെ നടന്ന് നിൻ്റെ ലൈഫ് വേസ്റ്റ് ആക്കാതെ പോയി 2 അക്ഷരം പഠിച്ച് വല്ല ജേർണലിസ്റ്റും ആവാൻ നോക്ക്. എന്നാൽ 10 പൈസയെങ്കിലും ഉണ്ടാക്കാം. ചെല്ലിപ്പോ, എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ ഒക്കത്തില്ലടി. ഇനിയെങ്കിലും നീ എൻ്റെ പിറകെ നടന്ന് നിൻ്റെ ചെരുപ്പ് തേക്കാതെ പോവാൻ നോക്ക്. ചെല്ല്. ഇതേനെ എന്റെ പ്രശ്നം. എനിക്ക് ആദമിന് സഹോദരനായിട്ട് കാണാനും പറ്റുന്നില്ല. ആദമേ നിക്ക്. പോയി. വെള്ളപ്പാറ്റെ, നീ ഇതുവരെ അവന്റെ പിറകെ നടക്കുക മതിയാക്കിയിട്ടില്ലല്ലേ? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഫിദമോളെ, അവന് നീ എന്ന് പറയുന്ന ഒരു കുഞ്ഞി പെങ്ങളാ. അങ്ങനെ കണ്ടുപോയില്ലേ? ഇനി നീ അവന്റെ പിറകെ നടന്ന് എന്നെ പ്രേമീരെന്ന് പറഞ്ഞ് നടന്ന അതെങ്ങനെയാ ഒക്കുന്നേ? പെങ്ങളായിട്ട് കണ്ട ഒരു പെണ്ണിനെ എങ്ങനെയാടാ പ്രേമിക്കാൻ പറ്റുന്നേ? നീ അത് മനസ്സിലാക്ക്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, നിന്റെ ഇക്കാക്ക എവിടെ? ആസി. ഓ പൊന്നുമോനെ, അതിനല്ലേ എന്റെ അടുത്ത് വന്നേ. മനസ്സിലായി. നിങ്ങൾക്കൊക്കെ പ്രേമിക്കാം, കാമിക്കാം, എന്ത് വേണോ ആവാം. ഞാനിട്ട് ആദമിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആദമിനെ പ്രപ്പോസൽ ചെയ്താലോ മാത്രം സഹോദര സ്നേഹം. ഈ സഹോദരിയായിട്ട് കാണുന്ന കാര്യമേ എല്ലാരുടെ അടുത്തും പുലർത്താൻ പറഞ്ഞേക്ക്. ഇല്ലെങ്കിൽ ഫിദ ആരെന്ന് അറിയോ നീര്. ഇക്കാക്ക ലൈബ്രറിയിൽ എവിടെ പോവാന്ന് പറഞ്ഞു പോയി. കുറെ നേരം നിന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്നായിരുന്നു. എന്നിട്ടെന്താ, ഇന്ദ്രേട്ടൻ വന്നില്ല. അതുകൊണ്ട് ഇക്കാടെ കാര്യം നോക്കി പോയി. ഞാൻ ലേറ്റ് ആയിടി. ഇന്ന് അർജുനേട്ടന് ലീവാ, അതുകൊണ്ട് ഫുഡൊക്കെ ഏട്ടൻ്റെ വകയായിരുന്നു. അതാ ലേറ്റ് ആയത്. കഴിപ്പിച്ചിട്ടേ വിട്ടോളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ടല്ലേ കഴിക്കുന്നേ. അതാ ഞങ്ങൾ ലേറ്റ് ആയത്. സീനാണോടി? ഭയങ്കര ദേഷ്യത്തിലാണോ? ഓ
അതെനിക്കെങ്ങനെ അറിയാനാ? അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഇതിന്റെ ഇടയിൽ കൂട്ടിന്ന് വാപ്പാടേന്ന് വാങ്ങാത്ത തെറിയൊന്നും ഞാനില്ല. അതുകൊണ്ട് കാമുവിനോട് നേരിട്ട് പോയി ചോദിച്ചോ. ഞാൻ പോവാ, ബൈ. പിണങ്ങാതെ മോളെ പോയാ. എടാ അതുസേ, നിന്നെ അവള് വിടുന്ന കാലം ഇല്ലല്ലോ. നിനക്കെന്താടാ അവളെ കെട്ടിയ ഒരു അനിയത്തി സ്നേഹം? ഡാ കോപ്പേ, ഒരുമാരം ഉണ്ടാക്കിയ വർത്താനിക്കല്ലേ. ആ, നിന്റെ പെങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെയും പെങ്ങളാ, ആസിയുടെ പെങ്ങളെന്ന് പറയുമ്പോൾ ആദമിൻ്റെയും പെങ്ങളാ, കേട്ടാ? ഷെട്ടപ്പ്. അതുകൊണ്ട് നീ ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വരണ്ട. അവളെ എനിക്കൊരു അനിയത്തിയെ പോലെയാടാ, ഞാൻ അവളെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോഴാണ് അവളെ കെട്ടാൻ പോണം. നീ പോയേ അങ്ങോട്ട്. അവളുടെ ഈ പ്രായത്തിൻ്റെ തോന്നലടാ, കുറച്ച് കഴിയുമ്പോൾ എല്ലാം മാറിക്കോളും. നീ വാ. അല്ല, നീ എങ്ങോട്ടാ? നേരെ ലൈബ്രറിയിലോട്ടാ? അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? നീയല്ല, നമ്മള് നേരെ ലൈബ്രറിയിലോട്ടാ. വാ. ഓ, എൻ്റെ പൊന്നു മോനെ, ദൈവത്തോർത്ത് എന്നെ വിടണം. ആ ആസിയുടെ വീട്ടുകാർ അങ്ങേര് ഗുണ്ടള പറഞ്ഞു വിടുമ്പോൾ തല്ല് കൊള്ളാനായിട്ട് എന്നെ കിട്ടത്തില്ല. കഴിഞ്ഞതിന് 3-4 ട്രിപ്പാണ് എന്നെ അടിച്ച് കയറ്റിയത്. എനിക്കിനി വയ്യ. അടി കൊണ്ടിട്ട് അവിടെ പോയി കുത്തു വാങ്ങാനായിട്ടേ ഞാൻ നേർച്ചയൊന്നും നേർന്നിട്ടില്ല, നിന്റെ പ്രേമത്തിന് അടി കൊണ്ടയക്കാന്നും പറഞ്ഞുകൊണ്ട്. പെണ്ണുങ്ങളെ സ്നേഹിച്ചാൽ പോലും ഇത്ര അടി കൊള്ളേണ്ടി വരത്തില്ല കൂട്ടുകാരന്മാർ. എന്തൊരു കഷ്ടം ഇത്. അതെ, യഥാർത്ഥ ഫ്രണ്ട്സും സൗഹൃദവും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാ. അടികൊള്ളും, വേണ്ടി വന്ന കൂട്ടുകാരന് വേണ്ടി ചാവാൻ പോലും നിൽക്കും. ഇങ്ങോട്ട് വാ, നീ നിന്നില്ലെങ്കിൽ ഞാൻ നിന്നെ നിർത്തും. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ വിധി. അനുഭവിച്ച് തന്നെ തീർക്കണം. അടി കൊണ്ട ഇനിയും എൻ്റെ ജീവിതം ബാക്കി. അതെ, ഇവിടെ എന്റെ പിറുപിറുക്കാതെ നീ ആയിട്ട് വരുന്നോ അതോ ഞാൻ നിന്നെ പൊക്കിയെടുത്തോണ്ട് പോണോ? അയ്യോ വേണ്ടായേ, അടിയൻ വന്നോളാം. ഇനി അതും കൂടെ ഉള്ളു പറയാൻ. എന്തൊക്കെ സഹിക്കണം ഒരു കൂട്ടുകാരൻ ഉള്ളതിൻ്റെ പേരിൽ. എടാ ഇന്ദ്ര, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്, ഈ കോളേജിൽ എല്ലാ സ്ഥലത്തും ഭയങ്കര ബഹളമാണ്. ഇവിടെ മാത്രം എന്താടാ ഒരു സൗണ്ടും ഇല്ലാത്ത? ഓ കഴുതേ, അതുകൊണ്ടാ ഇത് ലൈബ്രറി എന്ന് പറയുന്നത്, മനസ്സിലായോ? ഓ, മണ്ടനെയും കൊണ്ടാണല്ലോ കാശി യാത്രയ്ക്ക് പോകുന്നത്, തെണ്ടിത്തിരി. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നില്ല്, ഞാൻ പോയി കണ്ടിട്ട് വരാം. ഓ, അല്ലെങ്കിൽ ഞാനൊന്നുമില്ല നിൻ്റെയൊക്കെ കപട നിശ്വാസ പ്രേമ പൂജനം കാണാനായിട്ട്. ഹോ, കണ്ട് മടുത്തു. എനിക്ക് പിന്നെ അതിന് തന്നെ നേരം. ഡാ പുച്ചിക്കല്ലേ തണ്ടി. എനിക്ക് അവസരം വരും, അന്ന് നോക്കിയോ, നിന്നെ ഞാൻ വലിച്ചു കീറി നോക്കിയോ. ആഹാ, വണ്ടർഫുൾ. എന്നാ പൊന്നുമോൻ ഇങ്ങനെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഇന്നൊന്നും അവസരം വരാൻ പോകുന്നില്ല കേട്ടാ. മോൻ ചെന്ന് മോൻ്റെ കാമദേവനെ കാണാൻ നോക്ക്. ഇനി വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ടെമ്പർ തട്ടി പൊട്ടി ഒലിക്കാൻ തുടങ്ങും. ഓ, ഓർമ്മിപ്പിക്കില്ലേ. അവന്റെ പിണക്കം മാറ്റാൻ നടക്കുന്നുണ്ടല്ലോ, അൺസൈക്കബിൾ. അറിയാലോ, അപ്പൊ ചെല്ല്. ആസിം ഇബ്രാഹിം, ചേട്ടൻ എന്നോട് പിണക്കാണ്. ആസിം ഇബ്രാഹിം വന്നോ? എന്താ നീ എന്തിനാ ലൈബ്രറിയിലൊക്കെ വന്നേ? എനിക്ക് ഈ പീരീഡ് ക്ലാസ്സൊക്കെ ഉള്ളതല്ലേ, ക്ലാസ്സിൽ പോയിരുന്നൂടെ? അത് പിന്നെ ഉണ്ടല്ലോ ആസിം ഇബ്രാഹിമേ, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവന് രാവിലെ ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് കാണുന്നില്ല. ഏതാണ്ട് അവന്റെ പെങ്ങളെ കണ്ടപ്പം പറഞ്ഞ് എന്നോട് പിണങ്ങി ലൈബ്രറിയിൽ വന്ന് ഏതോ ചിന്താവിഷ്ടയായ ശ്യാമളയുടെ ബുക്കും വായിച്ചിരിക്കണം. അപ്പൊ പിന്നെ അവനെ കണ്ട് ഒന്ന് മുഖം കാണിച്ച് പറ്റിയെങ്കിൽ 2-3 ഉമ്മയൊക്കെ കൊടുത്തിട്ടൊന്ന് പോവാന്ന് വിചാരിച്ചു വന്നതാ. ഓ, മോനങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളായിട്ടാണല്ലേ വന്നത്? എന്നാൽ ആസിം ഇബ്രാഹിം മോനോട് പറയാൻ പറഞ്ഞു, ആ വക സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്രാവശ്യം എന്തായാലും മോനോട് ക്ഷമിക്കാൻ പോകുന്നില്ല എന്ന് എന്നോട് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിലോട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്കും കേട്ടോ, തൽക്കാലം. അങ്ങനെ പറയില്ല ആസിം ഇബ്രാഹിമേ. ആസിം ഇബ്രാഹിം പറഞ്ഞാ എന്റെ ആസി കേക്കും, വേറെ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. പക്ഷെ ആസിം ഇബ്രാഹിം പറഞ്ഞാൽ കേൾക്കും. കാരണം നിങ്ങൾ അവന് നല്ല കണക്ഷൻ അല്ലേ, ഒന്ന് പറഞ്ഞു നോക്കൂ, അവൻ കേൾക്കും. അയ്യേ ഇന്ദിര, നിനക്ക് കുറച്ച് കൂടുന്നുണ്ടേ. നീ എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നേ? നീ നൈസിന് എന്റെ തന്തയ്ക്ക് വിളിക്കുന്നല്ലോ അല്ലേ? ഞാൻ അങ്ങനെ ചെയ്യോ ആസിം ഇബ്രാഹിമേ? എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ ആസിം ഇബ്രാഹിമേ? ഓ, ആസിം ഇബ്രാഹിമേ മതി, ദാറ്റ്സ് ഇറ്റ്, മതി. ഓക്കെ ഫൈൻ, മിണ്ടാ. എന്താ വെറുപ്പിക്കുന്നതിനൊരു അതിരുണ്ടേ ഇന്ദിര? ഓ, നീ എൻ്റെ തന്തയ്ക്ക് വിളിച്ചെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അല്ല, നീ എന്താ ലേറ്റായേ? നീയല്ലേ എനിക്ക് മെസ്സേജ് അയച്ചിരുന്ന രാവിലെ നിൽക്കണോന്ന്, എന്നിട്ട് നീ എന്താ വരാത്തെ? അപ്പൊ മിണ്ടാനൊക്കെ അറിയാം. അത്
രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാ. അപ്പോഴത്തേനും ഇന്ന് അർജുനേട്ടന്റെ ലീവ് വന്നതാ. കാരണം മറ്റന്നാള് അർജുനേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ പാർട്ടി വരുന്നുണ്ട്, ബർത്ത്ഡേ പാർട്ടി. അപ്പൊ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങളും പോവും. ആ സാധനമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത് പോയെന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചു. നീ വരുന്നുണ്ടോ? ഓ പിന്നെ, വിളിക്കാത്ത കല്യാണത്തിന് ഞാനൊന്നും ഇല്ല. ബാക്കി പറ, എന്താ ലേറ്റ് ആയേ? ചൂടാവാതടാ, പറയട്ടെ. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത 3 ദിവസം അർജുനേട്ടൻ ലീവാ. അങ്ങനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അർജുനേട്ടന്റെ കൈ കൊണ്ടായിരുന്നു. അതുകൊണ്ട് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ ഒറ്റ നിർബന്ധമായിരുന്നു. യൂഷ്വലി ഞങ്ങൾ ഇവിടെ വന്ന ക്യാൻറ്റീനിൽ നിന്നല്ലേ കഴിക്കുന്നത്, നമ്മളെല്ലാവരും ഒരുമിച്ച്. ഇന്ന് അതാ ലേറ്റ് ആയത്. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ലേറ്റ് ആയി. പിന്നെ അർജുനേട്ടൻ ഞങ്ങൾ രണ്ടിനെയും കൂടെ കൊണ്ടാക്കി. അതാ ലേറ്റ് ആയത്. എൻ്റെ പൊന്നു മോനെ, അല്ലാതെ മനഃപൂർവ്വമല്ല. ഞാൻ നേരത്തെ ആ സാധനത്തിനെയും കുത്തിപ്പറക്കി എടുത്തും കൊണ്ട് എണീറ്റ് വന്നതാ. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. എന്നിട്ട് എവിടെ വിക്രമാദിത്യന്റെ കൂടെയുള്ള വേതാളം? ആദൂസ് അവനെ ഞാൻ അത്രയും ബുക്കിന്റെ ഇടയിൽ കൂടി നിർത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ബുക്ക് എടുത്ത് വെച്ച് വായിച്ച് അങ്ങനെയെങ്കിലും ബുദ്ധി വരുവാണെങ്കിൽ വരട്ടെ. അല്ല, നിന്റെ പെങ്ങൾക്ക് നന്നാവാൻ ഒരു ഉദ്ദേശമില്ലല്ലേ? രാവിലെ അവന്റെ തല കണ്ടപ്പോഴേ അവന്റെ പുറകെ ഓടി വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ആദ്യമേ എന്നെ അംഗീകരിക്കൂന്നും പറഞ്ഞുകൊണ്ട്. നീ എന്താടാ അവളെ പറഞ്ഞ് മനസ്സിലാക്കാത്ത? എടാ, അവന് ഒരിക്കലും അവൾ അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഓ പിന്നെ, ഞാൻ പറഞ്ഞ കേൾക്കുന്ന പെങ്ങളാണല്ലോ എനിക്കുള്ളത്. എൻ്റെ പൊന്നിന്ദിര, നടക്കുന്ന കാര്യം വല്ലതും പറ. അവളോട് പറയാനൊന്നും എനിക്ക് വയ്യ, എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് വയ്യ. അപ്പോഴാ ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നുണ്ടോ നിങ്ങൾ സീരിയസ് ആയിട്ടും? പിന്നെ പോവാണ്ട് സ്പെഷ്യൽ വിസിറ്റാ. നിനക്കാരനോടാ ഞങ്ങൾ സ്പെഷ്യൽ ഗസ്റ്റുകളെന്നാ അർജുനേട്ടൻ പറഞ്ഞത്. നോക്കട്ടെ, അടിച്ചു പൊളിക്കണം. നീ കണ്ടോ? പോകുന്നത് അടിച്ചു പൊളിക്കുന്നതൊക്കെ കൊള്ളാം. ഏറ്റവും ലാസ്റ്റ് ആസി, ബേബി, ആന, ചേന എന്നും പറഞ്ഞ് എന്നെ ഒന്നും വിളിച്ചേക്കരുത്. പറഞ്ഞില്ല എന്ന് വേണ്ട, ഞാൻ ഫോൺ എടുക്കത്തില്ല. എനിക്ക് നിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. 2 എണ്ണം ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കാമുവിനോട് വല്ലാത്ത സ്നേഹമാണല്ലോ. എടാ പുച്ഛിക്കാതെടാ. 2 എണ്ണം ഉള്ളിൽ ചെന്നാലും ഇല്ലെങ്കിലും ഇന്ദ്രയ്ക്ക് ആസി എന്നും ആണ്, മനസ്സിലായോ? എൻ്റെ ലൈഫേ നീയാ. അതുകൊണ്ട് നിന്നെ കഴിഞ്ഞിട്ടൊരു ലൈഫ് ഇന്ദ്രയ്ക്കുണ്ടോ? നോ വേ, അതൊരിക്കലും ഇന്ദ്രയ്ക്കില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ, ഞാൻ കളഞ്ഞിട്ട് പോകുന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണ്ട. അത് നടക്കാനേ പോണില്ല, കേട്ടാ? അതെനിക്കറിയാം. നീ എനിക്കൊരു ഒഴിയാബാധയാണെന്ന് എനിക്കറിയാം. തല്ലിക്കൊന്നാലെ എൻ്റെ തലയിൽ നീ പോകത്തില്ലെന്നും എനിക്കറിയാം. എനിക്കും അത് തന്നെ ഇഷ്ടം. ഞാനങ്ങനെ വലിയ ഒഴിയാബാധയായിട്ട് മോന് തോന്നിയിട്ടുണ്ടെങ്കിലേ, മോൻ ഈ ലൈഫ് ലോങ് അങ്ങ് കുത്തിയിരുന്ന് എന്നെ അങ്ങ് സഹിച്ചോ. അല്ലാതെ വേറൊരു വഴിയില്ല മോനെ. മോൻ്റെ മുമ്പ് എന്നെ സഹിക്കുക മാത്രമേ ഉള്ളൂ മോൻ്റെ വഴി. മനസ്സിലായോ ആസിം ഇബ്രാഹിമേ? ഇപ്പം പിന്നെ ഞാൻ വേറെ എന്തോ മഹാ അത്ഭുതമാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ നിന്നെ സഹിക്കുക തന്നെയാണല്ലോ. എൻ്റെ പൊന്നോ, തലേന്നെടുത്ത് മാറ്റാനും പാങ്ങില്ല, തറയിൽ വെക്കാനും പാങ്ങില്ല, എടുത്ത് കളയാനും പാങ്ങില്ല. അതാ എൻ്റെ സിറ്റുവേഷൻ. അത് പറഞ്ഞാലേ പൊന്നു മോന് മനസ്സിലാവത്തില്ല. ഞാനെന്താടാ വല്ല ചെതലോ പേനോ വല്ലോ ആണോ കഴുകി കളയാനും എടുത്തു കളയാനും? അങ്ങനെയൊന്നും പോകില്ല കേട്ടാ. ഇന്ദ്ര എവിടെയെങ്കിലും ഒട്ടിയാലേ ഇല്ല ഉടുമ്പ് പിടിച്ചതുപോലെയാ, അവിടെ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കും. പിന്നെ നീ ഇനി വലിച്ചിളക്കിയാലും ഞാൻ ഇളവി വരൂല. ഫെവിക്വിക്ക് എൻ്റെ അനിയനായിട്ട് വരും, കേട്ടാ? അതെ, ഇന്നത്തെ സൊള്ളലും കുശലാന്വേഷണവും ഒക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് ക്ലാസ്സിലോട്ട് പോവായിരുന്നു. ഫൈനൽ ഇയർ എക്സാമൊക്കെ വരാൻ പോവാ. തൂറി വരേണ്ടി വരും, എഴുതിയില്ല എന്നുണ്ടെങ്കിലും പഠിച്ചില്ല എന്നുണ്ടെങ്കിലും. അടിയൻ അങ്ങോട്ട് പോട്ടെ, വരുമോ? വരുമോ ആ ദിവസേ? ഇന്ദ്ര, അഖിലേട്ടൻ വിളിച്ചായിരുന്നോ? എന്തു പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും സംസാരിക്കാൻ പറ്റില്ലടാ. അച്ഛനാണെങ്കിൽ ഓഫീസ് കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ്റെ തലയിലേ കൊണ്ടുവച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നോടൊന്ന് നേരെ ചൊവ്വേ മിണ്ടാൻ പോലും പറ്റത്തില്ല. ഞാനധികം ബുദ്ധിമുട്ടിക്കാനും പോകത്തില്ല. തിരക്കുണ്ടല്ലോ, അതെനിക്ക് മനസ്സിലാവും. പിന്നെ വിളിച്ചപ്പോൾ നിന്നെ തിരക്കിന്ന് പറയാൻ പറഞ്ഞു. എന്നോടുള്ളേക്കാളും കൂറ് നിന്നോടാണല്ലോ. അതുകൊണ്ട് ആസിയെ തിരക്കിന്ന് പറയണേടാ എന്ന് എടുത്ത് പറഞ്ഞായിരുന്നു. അതിനായി സൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ലടാ. ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് അത്രയ്ക്ക് തിക്കാം. അതിന് നീയല്ല, നിന്റെ അച്ഛൻ ദേവശങ്കർ വന്നാൽ പോലും സെപ്പറേറ്റ് ആക്കാൻ പറ്റൂല മോനെ. ഇന്ദ്രജിത്ത് ദേവശങ്കറെ. ബായ്, പോട്ടെ. നൈസിനൊരു തന്തയ്ക്കുള്ള കിട്ടിയല്ലോ രാവിലെ തന്നെ. പോടാ. ഞാനൊരു 10,000 തത്തി അതിന്റെ തന്തയ്ക്ക് വിളിച്ച്, അത് ഒരു പ്രാവശ്യം എന്നെ തിരിച്ചു വിളിച്ചോളൂ.
പാവം. അപ്പോൾ ഇന്ദ്രയ്ക്ക് ഇപ്പോഴും ആസിയേട്ടന് ഇഷ്ടമാണോ? ഇല്ലെന്ന് പറഞ്ഞാ നുണയാവത്തില്ലേ? അത് നിന്നോട് ഇന്ന് ഈ ലോകത്ത് ഞാൻ ആരെക്കാളും സ്നേഹിക്കുന്ന നിന്നെയാ, ആസിയെക്കാളും. ആസിയോട് ഉണ്ടായിരുന്നതെന്നും പ്രണയമേ അല്ലെന്ന് നീ എൻ്റെ ലൈഫിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനും ആസിയെ ഒന്ന് കിസ് പോലും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഫ്ലർട്ടൊക്കെ ചെയ്യുമായിരുന്നു. ഇഷ്ടമാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എനിക്കവനെ ഇപ്പോഴും ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടം. അതുപോലൊരു പ്യൂറായിട്ടുള്ള ഒരാളെ കിട്ടാൻ അവന് കിട്ടുന്ന ആളെ ഭാഗ്യം ചെയ്യണം കിച്ചു. അത്രയും പാവമായിരുന്നു അവൻ. എന്നോടുള്ള സ്നേഹം അത്രത്തോളം ആത്മാർത്ഥമായിരുന്നു. എൻ്റെ സാഹചര്യങ്ങളാണ് അവനെ കൊണ്ട് ഞാനായിട്ട് എന്നെ അങ്ങനെയൊക്കെ പറയിപ്പിച്ചതും ചെയ്യിപ്പിച്ചതും. അതുവരെ എല്ലാം നല്ലതുപോലെ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് 2 ദിവസം നല്ല ദിവസമായിരുന്നു. പഴയതുപോലെ ഞാൻ, ആസി, ആദൂസ്, ഞങ്ങളെ 3 പേരുടെ ഇടയിൽ ആരുമില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാ അച്ഛൻ വിളിച്ചിട്ട് ആദൂസിനോട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞത്. സക്രിയച്ചന് വയ്യാന്ന് പറഞ്ഞു. സക്രിയച്ചനെ കാണാനാ ആദൂസ് വീട്ടിലോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ പാർട്ടിക്ക് അവന് വരാൻ പറ്റിയില്ല. അതിനുശേഷം എൻ്റെ ലൈഫിൽ നടന്ന എല്ലാം വേറെയാ. ഞാൻ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ. ഓ എനിക്ക് വയ്യ. അപ്പൻ്റെ അടവാടാ. നിനക്കറിയാലോ അപ്പൻ എന്നെ കാണാൻ തോന്നിയിട്ട് അവിടെ കിടന്ന് അഭിനയിക്കുന്നുണ്ടായിരിക്കും. നിനക്കറിയാലോടാ, 1 മാസം കഴിഞ്ഞാൽ എനിക്ക് മറ്റേ വേൾഡ് ട്രിപ്പ് ഉള്ളതാ. അതിനു വേണ്ടി ഒരുപാട് പ്രിപ്പറേഷനൊക്കെ ചെയ്യാനുള്ളതാ. അതിനു മുമ്പേ ഒന്ന് അറുമാദിക്കാമെന്ന് വിചാരിച്ചതാ നാളെ. അതും പോയി. ഇനി എനിക്ക് നിന്ന് തിരികെ സമയം കാണത്തില്ല. മൊത്തത്തിൽ ഞാൻ എൻഗേജ്ഡ് ആയിരിക്കും ആ ട്രിപ്പിൻ്റെ കാര്യമായിട്ട് സാറന്മാരുടെ കൂടെ. എനിക്ക് വയ്യ. അപ്പം കാട്ട അഭിനയമായിരിക്കും. അവിടെ ചെല്ലുമ്പം കണ്ടോ ഒരു ഗുരുവും കാണത്തില്ല. എണീറ്റിരുന്നിട്ട് ആദമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അപ്പനെ ഞാൻ ഇടിച്ച് പഞ്ചറാക്കും നോക്കും. എന്തൊരു കഷ്ടമാണ്. എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു, എല്ലാം പോയി. മണ്ണാൻ കേട്ട. നീ ഇതുവരെ ഇറങ്ങിയില്ലേ? എടാ കോപ്പേ, ശരിക്കും വയ്യാത്തേടാ. ഞാൻ വീഡിയോ കോൾ വിളിച്ചായിരുന്നു. അപ്പൊ കണ്ടായിരുന്നു കിടക്കുവാ. നീ ഒന്ന് ചെന്ന് പോയി കണ്ടിട്ട് വാ. വേറെ ഒന്നും കാണത്തില്ല, ചെറിയൊരു പനിയെ കാണത്തുള്ളൂ. പനി വന്നാൽ തന്നെ നിന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല എന്നറിയാലോ അങ്കിളിന്. നീ ചെന്ന് കണ്ടിട്ട് വാ, പോ. പിന്നെ നാളത്തെ കാര്യം, എടാ പാർട്ടിയൊക്കെ ഇനിയും വരും. നീ അതോർത്തിട്ടാണല്ലോ ടെൻഷൻ അടിക്കണ്ടേ. നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട. നിന്റെ ട്രിപ്പ്, അതായത് നിന്റെ ഓൾഡ് വേൾഡ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് വേറൊരു പാർട്ടി സെപ്പറേറ്റ് വയ്ക്കാം, നമുക്ക് വയ്ക്കാം ഇവിടെ. അപ്പൊ അവരൊക്കെ വരും. അപ്പൊ നമുക്ക് സാധനമൊക്കെ എടുത്ത് അപ്പോഴും അടിച്ചു പൊളിക്കാടാ. ഉറപ്പ്. നീ പോയിട്ടോ. എന്നാലും ആഗ്രഹിച്ച പാർട്ടിക്ക് പോകാൻ പറ്റാത്ത വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അർജുനേട്ടോ. എന്നാ ഞാൻ ഇറങ്ങുവാടാ. എനിക്ക് വയ്യ. അപ്പനൊക്കെ ഒരു അപ്പനാണ്. മോൻ്റെ സുഖവും സന്തോഷവും ആഗ്രഹിക്കാത്ത തന്തപ്പടി. ഞാൻ അങ്ങനെ പോയി കാണട്ടെ. ശരിടാ, ഞാൻ ഇറങ്ങുവാ. ഇതാടാ മരത്തലയാ, വെറുതെ സക്രി പപ്പയെ കിടന്ന് പ്രാകാണ്ട് ഇറങ്ങി പോവാൻ നോക്ക്. ഒന്നുമില്ലടാ, ചെന്നൊന്ന് തല കാണിക്കുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. നാളത്തെ പാർട്ടിയല്ലേ, അർജുനേട്ടൻ പറഞ്ഞായിട്ടല്ലോ വേറെ പാർട്ടി നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് സെറ്റ് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. നീ അവിടെയൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാം. നീ പേടിക്കണ്ട, നീ പോയിട്ടോ, ചെല്ല്, ബൈ. പാവം, അവന് നല്ല വിഷമം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞതാടാ. അപ്പോഴവൻ പറഞ്ഞ വേണ്ട, ഞാൻ ടാക്സിയിൽ പോയിക്കോളാന്ന്. ഞാൻ കൊണ്ടുവിടാൻ പോയി കഴിഞ്ഞാൽ അവ അവിടെ ചെന്നിട്ട് കരഞ്ഞ് വഷളാക്കും. അതുകൊണ്ട് അവ അങ്ങനെ പറഞ്ഞത്. നീ ഓക്കെ അല്ലേ നാളെ പാർട്ടിയിൽ വരുന്നതിന്? അല്ലെങ്കിൽ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് കൊള്ളാം. എനിക്ക് എന്ത് പ്രശ്നമാ, അർജുനേട്ടനില്ലേ. പിന്നെ ആ മണ്ടന് യോഗമില്ലാഞ്ഞിട്ടാ, പാവം. എന്നാ ഞാൻ പോയി കിടക്കട്ടെ. നാളെ എനിക്ക് കോളേജിൽ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ആസിയെ കാണണം. അത് കഴിഞ്ഞ് വൈകുന്നേരം നേരെ പാർട്ടി സെറ്റ്. വൈബ്. അപ്പൊ ഞാൻ പോയി കിടക്കട്ടെ. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവന്റെ കാര്യം ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ. അവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ടാണോ?
വേറെന്താ, കുറേമാർ കാണും, കുപ്പിയെടുക്കും, കുടിക്കും, പിന്നെ തുണിയില്ലാത്ത കുറേ പെണ്ണുങ്ങളും കാണും. ഇത്രേ കാണത്തുള്ളൂ, അല്ലാതെ കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പോകണ്ട മോൻ കേട്ടോ. അല്ല, ഇനി എപ്പോഴാണ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്തിയിട്ട് എന്നെ വിളിക്കുന്നത്? അതോ ഇന്നിനി വിളിയൊന്നും കാണത്തില്ലേ? എത്ര മണിവരെ ഉണ്ട് പാർട്ടി? എപ്പോഴാണ് വീട്ടിൽ എത്തുന്നത്? ഞാനൊന്നിനും പോത്തില്ല എന്ന് നിനക്കറിയത്തില്ലയോ? ഒരു ഐഡിയ ഇല്ല മോനെ, എപ്പോഴാ വീട്ടിൽ എത്തുന്നത്, എത്ര മണിക്കാ പാർട്ടി, ഒന്നുമില്ല, ഒരു ഐഡിയ ഇല്ല. അർജുനേട്ട പറഞ്ഞത് വെച്ച് അടിച്ച് തകർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോധം പോകുന്നത് വരെ പാർട്ടി കാണും, അതാണ് പ്ലാൻ. ഒരു ഐഡിയ ഇല്ല. അവിടെ ചെന്ന് നോക്കണം എങ്ങനെയാന്നൊക്കെ. നിനക്കറിയോ, 3 വർഷം മുമ്പേ വന്നിട്ട് ഫസ്റ്റ് ഹോസ്റ്റലിലായിരുന്നു. നിയമം, ചിട്ട, ആന, ചേന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഒന്ന് വെളിയിറങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നു. പിന്നെ ആകെപ്പാടെ ഉണ്ടായിരുന്ന 2 വർഷം എന്ന് പറയുന്നത് പറയണ്ട. എക്സാം, അത് ഇത് 110 സപ്ലി, ഡാർക്ക്, അതെല്ലാം എഴുതിയെടുത്ത് ഇപ്പോഴാണ് ഫ്രീ ആയത് ഫൈനൽ ഇയർ. ഈ ടൈമിലെങ്കിലും എനിക്കൊന്ന് അടിച്ച് വിളിച്ചില്ലെങ്കിലേ സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് എന്തായാലും ഈ പാർട്ടി ഞാൻ അടിച്ചു പൊളിക്കും. പിന്നെ ആകെ ഉള്ളൊരു സങ്കടം, പാവ എൻ്റെ ആദൂസില്ലാത്തതാ. സക്കരപ്പയ്ക്ക് പെട്ടെന്ന് നെഞ്ചു വേദന. അത് അഭിനയവാ അവനെ കാണാൻ വേണ്ടിയിട്ട്. പപ്പയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവനെ കണ്ടില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല. ഇങ്ങനെയുള്ള അവൻ 1 മാസം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ പപ്പ എങ്ങനെ കാണുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബാക്കിയുള്ളവർ പിന്നെ മുംബൈയിൽ വന്നപ്പോൾ തൊട്ട് അടിച്ചു പൊളിച്ച് നടക്കുകയാണല്ലോ. സക്കരപ്പപ്പയുടെ അസുഖം ഇതുവരെ മാറിയില്ലല്ലേ? മക്കളെ കാണാണ്ട് ജീവിക്കാൻ പറ്റാത്തത്. ഇല്ല മോനെ, ഇല്ല. ആ അസുഖത്തിന് ഒരു കുറവുമില്ല ഇതുവരെ. മക്കളെ കണ്ടില്ലെങ്കിൽ സക്കരപ്പയ്ക്ക് ജീവശ്വാസം വരെ കിട്ടാത്തത് പോലെയാ. ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളി കഴിക്കുമെന്ന് പറയത്തില്ലേ, അതുപോലെയാ സക്കരപ്പയ്ക്ക് ആദമം. അവനെ വിഴുങ്ങുന്നത് പോലെ കണ്ടില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല. പിന്നെ നീ ഇങ്ങനെയുള്ള പാർട്ടിയിലൊക്കെ വരാത്തെ, ഞാൻ നിന്നെ വിളിക്കാത്തുണ്ടല്ലോ. നിന്നെ ഞാൻ എത്രയോ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, വാടാ നമുക്ക് മുംബൈ കാണാം, നമുക്ക് അവിടെ പോ ഇവിടെ പോ. നീ വരാത്തല്ലേ? നിന്റെ വലിയ പപ്പാരെ വീട്ടിൽ പോയി നിന്നിട്ട് നീ വരാത്തത് എന്റെ കുറ്റമല്ല. നിന്നോട് ഞാൻ പറഞ്ഞതാ ഹോസ്റ്റലിൽ നിൽക്കാന്ന് നിന്റെ തന്തപ്പടിയോട് പറയാൻ. നീ കേട്ടില്ലല്ലോ. കേൾക്കണ്ടോ? ഇല്ലെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞില്ല അർജുനേട്ടൻ്റെ കൂടെ നിൽക്കാന്ന്, ഫ്രണ്ട്സിന്റെ കൂടെയാന്നൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു. അതെങ്ങനെയാ? അതിനു മുമ്പേ നമ്മുടെ കാര്യം ഇവിടെ നിന്ന് ആരോ വിളിച്ച് മൂട്ടിക്കൊടുത്തില്ലേ വീട്ടില്. ഇപ്പൊ നിന്നെ പഠിക്കാൻ വിടുന്നതേ ഭാഗ്യം. സാധാരണ പെൺപിള്ളേരെയാ വീട്ടിൽ പൂട്ടിയിടുന്നത്. നിന്റെ കാര്യത്തിൽ തിരിച്ചാണല്ലോ ആസി. അത് ചിലരോടുള്ള അടങ്ങാത്ത പ്രേമം കൊണ്ട് കിട്ടിയ പണികളാ. അല്ലാണ്ട് ഞാനായിട്ട് ഒരു ഇതിനും വീട്ടിൽ നിന്ന് പണി വാങ്ങിച്ച് കൂട്ടിയിട്ടില്ല. ആർക്കും മനസ്സിലാവത്തില്ല. അതെ, ഞാനൊരു കാര്യം പറയാം. ആവശ്യമില്ലാത്ത പ്രശ്നത്തിലൊന്നും പോയി ചാടരുത്. വൈകിട്ട് പാർട്ടിക്ക് തേങ്ങയ്ക്കൊക്കെ പോയിട്ട് മര്യാദയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. വീട്ടിൽ പോവാ, കിടന്നുറങ്ങാം. കേട്ടല്ലോ? നാളെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം. അല്ലാണ്ട് ഫോൺ ഓഫാക്കി വെച്ചിട്ട് ഇനി അതും എടുത്ത് കുത്തിപ്പിടിച്ചും കൊണ്ടിരിക്കരുത്. നോ രക്ഷ മോനെ. കോളേജിൽ വരുമെന്ന് എന്നെ അറിയത്തില്ല, ബോധം ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. പിന്നെയല്ലേ നീ വിളിച്ച ഫോൺ എടുക്കുന്നത്. പിന്നെ വിളിക്കുന്നത് നീ ആയതുകൊണ്ട് ഉപബോധ മനസ്സിൽ നിന്ന് പ്രേരണ വന്ന ഞാൻ ഫോൺ എടുക്കുന്നതായിരിക്കും 100%. അപ്പൊ ശരി, ഞാൻ പോവാ. അതെ, നിന്നെ ഈ ഡയലോഗ് പറയാൻ എനിക്ക് അർഹതയൊന്നുമില്ല, എന്നാലും പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. ഓടി വരാനൊന്നും പറ്റത്തില്ല, പക്ഷേ നിനക്ക് വേണ്ടി റിസ്ക് എടുക്കാനൊക്കെ ഞാൻ തയ്യാറാണ്. വേണമെങ്കിൽ കാദർ വലിയപ്പാടെ വീട്ടിൻ്റെ മതിൽ ഞാൻ ചാടും നിനക്ക് വേണ്ടി. അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വിളിക്കണം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ കാദർ വലിയപ്പാടെ മതില് ഭയങ്കര വലുതല്ലേടാ. സോറി, നിനക്കൊന്നും വലിയ പൊക്കമുണ്ടല്ലോ. കളിയാക്കണ്ട, ഞാൻ കാര്യം പറഞ്ഞ തന്നെയാ. നിനക്ക് വേണ്ടി ഞാൻ എന്ത് റിസ്ക് കൊടുക്കും ലൈഫിൽ. നിനക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ ഇത് മുംബൈയാ. ഇവിടെ എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല, എന്നാലും ഇക്കാക്ക പറഞ്ഞൊരു അറിവുണ്ട്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പലരും പല രീതിയിലും പല സാഹചര്യത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും നമ്മളോട് പെരുമാറാം. പ്രത്യേകിച്ച് ഈ പാർട്ടി പോലത്തെ സ്ഥലങ്ങളാകുമ്പോൾ. അതുകൊണ്ട് ടേക്ക് കെയർ. സൂക്ഷിച്ച് പോയിട്ട് വാ. ഇവിടെ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കാന്നുള്ള കാര്യം മറക്കണ്ട. എന്റെ പൊന്നു ഉപദേശി, മതി 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 മതി.
നീ നിന്റെ വാപ്പ ഇബ്രാഹിമിനെ പോലെ ആവല്ലേ എന്റെ പൊന്നാസി. സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അൺസൈക്കബിൾ. എന്തായാലും എന്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞോണ്ടല്ല, ഞാനായിട്ട് ഒന്നിനും പോയി തല വയ്ക്കത്തില്ല, പ്രോമിസ്. പിന്നെ എന്നെ കൊണ്ട് ഒട്ടും ഒക്കൂലെന്ന് പറ്റിയ അങ്ങനെയൊന്നും ഉണ്ടാവൂലടാ. എന്റെ കൂടെ അർജുനേട്ടനില്ലേ, ഏട്ടനക്കാരൻ ധൈര്യത്തിന് പിന്നെ എനിക്കിനി ആരെയാ വേണ്ടേ? ഞാൻ ചേട്ടൻ്റെ കൂടെ അല്ലേ പോകുന്നത്. ഒറ്റയ്ക്കാണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓക്കെ, കുറച്ച് പേടിയെങ്കിലും എനിക്ക് തോന്നും. ഇപ്പൊ ഞാൻ തന്നെ പേടിക്കുന്നേ, എന്റെ കൂടെ അർജുനേട്ടനുണ്ടല്ലോ. അയാളുള്ള ധൈര്യത്തിലാ ഞാൻ ഈ പറഞ്ഞു വിടുന്നത്. പോകുന്ന പോലെ തന്നെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു, ആർക്കറിയാം. ഏതായാലും ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട, സേഫായിട്ട് പോയിട്ടോ. പിന്നെ രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്ന് വിളിക്കുമ്പോൾ അവളുമാരെ പുറകെ പോകരുത്. ഈ കാണുന്ന പ്രോപ്പർട്ടീസ് എല്ലാം ഇങ്ങനെ തന്നെ വേണം. നാളെ വരുമ്പോൾ ചുണ്ടും പൊട്ടി കണ്ണും പൊട്ടിയിട്ട് വരരുത്. ഇതെല്ലാം എനിക്കുള്ളതാ, അത് മറക്കണ്ട. എന്റെ പൊന്നു സാറേ, ഞാനൊന്നും മറക്കത്തില്ല. ഇനി ഇവിടെ നിന്ന് എന്റെ തലയ്ക്ക് നെല്ലിക്കാത്തളം വെക്കേണ്ടി വരും. അത്ര അൺസൈക്കബിളാ മോനെ നിന്റെ ഉപദേശം. അപ്പൊ ഞാൻ പോവാം. നീ സേഫ് ആയിട്ടിരിക്കും, ചേട്ടൻ സേഫ് ആയിരിക്കും. ചേട്ടനെ തന്നെ നോക്കാൻ അറിയാമല്ലോ. അപ്പൊ ശരി, ബൈ, ലവ് യു, മിസ് യു സോ മച്ച്. നാളെ അറിയത്തില്ല, മറ്റന്നാൾ കാണാം, ബൈ. ഇതൊക്കെ എനിക്കും അറിയാമെന്നുള്ള കാര്യം തന്നെ ആദ്യമേ. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും കുത്തി കുത്തി വീണ്ടും വീണ്ടും ഒരു വ്രണം പോലെ ഓർത്തെടുക്കുന്ന ഓരോ പാസ്റ്റ്. ഞാൻ അത്രത്തോളം ഹാപ്പിയായിരുന്നു എൻ്റെ പാസ്റ്റ്. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇതിന് ശേഷം പിന്നെ ഞാൻ അവനെ കാണുന്നത് ആഫ്റ്റർ 1 month. എൻ്റെ എന്തോ ഭാഗ്യക്കേടോ അല്ലെങ്കിൽ അവൻ്റെ ഭാഗ്യക്കേടോ അറിയില്ല. അന്ന് തന്നെ അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചു. എന്തിന്? ഈ 1 മാസത്തിനകത്ത് അവ എവിടെയായിരുന്നു? എന്തിനാ മാറി നിന്നത്? അന്ന് നീയും അവനും എന്നോട് പറഞ്ഞൊക്കെ ഒരുപാട് കള്ളങ്ങളുണ്ട്, അതൊക്കെ ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഇനി അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ആദ്യമേ എന്താ അന്ന് ശരിക്കും നടന്നത്? അതിനുശേഷം എന്താ സംഭവിച്ചത്? അതിനുശേഷം എന്താ ഇത്രത്തോളം എത്തിക്കാൻ മാത്രം അവൻ്റെ ലൈഫിൽ മാറ്റിമറിച്ചത്? എന്താ അവൻ അതിനു മാത്രം നടന്നത്? പറയാം. ഇതുവരെ നിനക്കും അറിയാം, എനിക്കും അറിയാം, ഈ നിൽക്കുന്ന അഗിക്ക് വരെ അറിയാം. കാരണം ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഒളിയോ മറയോ രഹസ്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നവൻ ആ പാർട്ടിക്ക് പോയോ അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ഞാനും അവനും പലരോടും പറഞ്ഞതെല്ലാം കല്ല് വെച്ച നുണകളായിരുന്നു. അതിന് സത്യം പറഞ്ഞാൽ എനിക്കും അവനും ഭയങ്കര കഴിവായിരുന്നു എല്ലാവരെയും വിശ്വസിപ്പിക്കാനായിട്ട്. ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? കോളേജിൽ ചെറിയൊരു ഇഷ്യൂ ആയിട്ടാണ്. ആസിമിനറിയത്തില്ല അത്. ആസിമിനോട് ഞങ്ങൾ പറഞ്ഞത് വീട്ടിലെ പ്രശ്നമായിട്ട് മാറി നിന്നെന്നാ. എൻ്റെ അറിവിൽ ഇതുവരെ അത് ആസിം അഖിലിനോട് ചോദിച്ചു കാണത്തില്ല. ചോദിച്ചിരുന്നെങ്കിൽ ആസിം ഇതിനു മുമ്പേ ഇതിനെക്കുറിച്ച് തിരക്കി ഇറങ്ങിയേനെ. ആസിമിനോട് ഞാൻ പറഞ്ഞത് വീട്ടിൽ ഇഷ്യൂ ആയിട്ടാണ് അവൻ 1 മാസം മാറി നിന്നേന്ന്. അഖിലിനോട് പറഞ്ഞത് കോളേജിൽ ഇഷ്യൂ ആയിട്ട് 2-3 പ്രശ്നമായിട്ട് അവനോട്ട് ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പോയെന്നല്ലേ. സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പോയൊക്കെ ശരി തന്നെയാണ്, പക്ഷെ കോളേജിൽ ഇഷ്യൂ ആയിട്ടൊന്നും അല്ല. പറയാം. ഹേ ഇന്ദ്ര, ഹൗ ഈസ് ദ പാർട്ടി? എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണോ ഒറ്റയ്ക്കായാലും തോന്നുന്നുണ്ടോ? കമ്പനിക്കാരും ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ടോ? തന്റെ ഫ്രണ്ടിനെ കൂടെ കൊണ്ടുവരാത്തെന്താ? അതൊന്നും പറയണ്ട എന്റെ പൊന്നലനേട്ടാ.
കറക്റ്റ് ടൈമിനാ സക്രിയങ്ങളെ വിളിച്ചിട്ട് അവനെ കാണണമെന്ന് പറഞ്ഞത്. അവനാണെങ്കിൽ കരഞ്ഞാ പോയത്. അവന് ഒട്ടും താല്പര്യമില്ലായിരുന്നു പോകുന്ന കാര്യം, പാവം. പിന്നെ ഇനി അവന്റെ 1 month സ്റ്റഡി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു പാർട്ടി വെക്കാന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച അർജുനേട്ടൻ പറഞ്ഞു വിട്ടത്. പാവം, ഒട്ടും താല്പര്യമില്ലാണ്ടാ പോയത്. നല്ല വിഷമം കാണും. ഇനിയിപ്പോ വന്നിട്ട് എനിക്ക് പൂരപ്പാട്ടായിരിക്കും അവനെ കൂട്ടാതെ ഞാൻ ഒറ്റയ്ക്ക് വന്നടിച്ച് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. സാരമില്ല, ഇതുവഴി കേട്ട് ഇതുവഴി കളയാം. യാ ഓഫ് കോഴ്സ്, അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ഇതുവഴി കേട്ട് ഇതുവഴി തന്നെ കളയണം. പക്ഷെ എന്നാലും അതും കൂടി വേണമായിരുന്നു. എന്നാ ഈ പാർട്ടി കുറച്ചുകൂടി ഉഷാറായാണ് അല്ലേടാ? ഉഫ്, എടാ എന്റെ പൊന്ന് സത്യ, പതുക്കെ വലിച്ചു കയറ്റ്. ആവശ്യമില്ലാത്ത എല്ലായിടത്തും വലിച്ചു കേട്ടിട്ട് അത് അങ്ങനെ ഒരുത്തൻ. എടാ സക്രി പാപ്പയുടെ സ്വഭാവം നിനക്കൊക്കെ അറിയത്തില്ലേ? ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ, ഒറ്റ കാലിൽ നിന്നതാ. ആഴ്ചയിൽ ഒരു ദിവസം ആദമിനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, പുള്ളിക്കാരന് മറ്റേ കാറ്റ് പോയ പട്ടം പോലെ ആയിരിക്കും. എന്താ ചെയ്യുന്നതെന്ന് പുള്ളിക്കാരന് തന്നെ ബോധം കാണത്തില്ല. അതുകൊണ്ടാ പിന്നെ പറഞ്ഞു വിട്ടത്. പോട്ടെ, പോയി കണ്ടിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് മന്ത് നമുക്ക് ഇതുപോലൊരു പാർട്ടി ഒന്നുകൂടി അറേഞ്ച് ചെയ്യാം. എന്തായിരുന്നു സത്യ? പിന്നെ അറേഞ്ച് ചെയ്യണം. അന്ന് നമുക്ക് ഇതിന് ഗംഭീരമായിട്ട് അടിച്ചു പൊളിക്കണം. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഇന്ദ്രൻ മാത്രമേ ഉള്ളൂ. അന്ന് നമ്മുടെ കൂടെ ആദമും കരണം. അപ്പം ഒരു വെടിക്ക് 2 പക്ഷി, 2 പേരും കൂടെ നമ്മൾ അടിച്ചു പൊളിക്കും. ഡാ പതുക്കെയൊക്കെ അടിച്ച് കേട്ടറാ. കുറച്ച് കഴിഞ്ഞാൽ നീയൊന്നും നിലത്തെ ആയിരിക്കത്തില്ല നിൽക്കുന്നത്. എനിക്കെല്ലാം അറിയാവോ? പറയുന്ന നീയോ? നീ പിന്നെ അങ്ങ് ശൂന്യാകാശത്തായിരിക്കുമല്ലോ. എടാ അടിച്ച് ആദ്യം പാമ്പാവുന്ന നീയാ. നിന്നെ ഞങ്ങൾക്കറിയത്തില്ലേ? പൊന്നു മോനെ, പുണ്യാളനാവരുത്, തൊഴുവ കാണാൻ വയ്യ. ഓഹ് ഇനി ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും പുതിയ കസ്റ്റമറെ മുമ്പിൽ ഞാൻ നാണം കെട്ട് തൊലിയൊരിഞ്ഞ്. അപ്പം ആ സ്ഥിതിക്ക് നമുക്ക് 2 കൂടെ അടിക്കാം. അതിനുശേഷം നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുടിച്ചു, നല്ല കുടിച്ചു, ബോധമില്ലായിരുന്നു. അർജുനേട്ടനും ഫ്രണ്ട്സൊക്കെ അവരും ഓരോ സൈഡിലായിട്ട് ബോധമില്ലാണ്ടായി. ഞാനീ പറയാൻ പോകുന്ന കാര്യം നിനക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. മേ ബി ഞാനിത് നിന്നോട് ചെയ്തതുകൊണ്ടാണ് ചിലപ്പോ ഈ ലോകത്ത് മറ്റാരെക്കാളും നിനക്ക് എന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. നീ എന്റെ എന്നുള്ളൊരു തോന്നല് നിന്നോട് എവിടേക്കോ തോന്നിയ ഇഷ്ടത്തിന് മാത്രമേ നിന്റെ ശരീരത്തിൽ ഞാൻ തൊട്ടിട്ടുള്ളൂ. പക്ഷെ എനിക്കന്ന് നടന്നത് അങ്ങനെ ആയിരുന്നില്ല. ആരൊക്കെയോ ചേർന്ന് റൂമിൽ കൊണ്ടുപോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെല്ലാം അവരുടെ കയ്യിലായിരുന്നു എല്ലാം. വിടാൻ അടങ്ങിക്കിടക്കടാ. ഞങ്ങളൊന്നും അറിയട്ടെ നിന്റെ ഈ സൗന്ദര്യത്തിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന്. അതിനു വേണ്ടിയിട്ടല്ലേ ഇത്രയും കഷ്ടപ്പെട്ടത്. എന്തൊന്നും ചെയ്യല്ലേ, മാറ് അർജുനേട്ടാ, മാറ്. ഒന്നും ചെയ്യല്ലേ, മാറ്. മിണ്ടാതെ കിടക്കടാ, അടങ്ങിക്കിടന്നോ. ഇല്ലെങ്കിൽ വീട് കാലം പിടിക്കാൻ ഞാൻ വീട്. ഒന്നും ചെയ്യല്ലേ ആസി, വീട്. അർജുനേട്ടാ വീട്. ഓ നാശം, ഇത് വാടകയ്ക്കുന്നില്ലല്ലോ. വല്ല തുണി കൂട്ട് എടുത്തോളത്താ. ഇതിന്റെ അണ്ണാക്കിലോട്ട് തിരിക്കി കയറട്ടെ, ഇല്ലെങ്കിൽ ഈ ഹോട്ടലിലുള്ള എല്ലാവരും അറിയിക്കും. ശോഭം. വീട് അർജുനേട്ടാ, വീട് തൊടല്ലേ. വീട് മിണ്ടരുത്, കൊന്നുകളയും നിന്നെ, പറഞ്ഞ കേട്ടോ. അവന്റെ ഒരു അർജുനേട്ടൻ.
ഓ നാശം, ഇത് അനങ്ങുന്നില്ലല്ലോടാ. എന്ത് ചെയ്യൂ നീ? എന്ത് ചെയ്യാൻ, കളഞ്ഞിട്ട് പാടാം. ഇവിടെ കിടന്ന് ചാവുവാണെങ്കിൽ ചാവട്ടെ, തെളിവൂടെ നശിക്കുമല്ലോ. ഇനി ആർക്കെങ്കിലും വല്ലതും ചെയ്യാണ്ടെങ്കിൽ ചെയ്ത് തീർത്തിട്ട് വരാൻ നോക്കും. പിറ്റേ ദിവസം ഹോട്ടലുകാർ എന്തോ വിളിച്ചു പറഞ്ഞിട്ടാ അർജുനേട്ടൻ അറിയുന്നത്. അപ്പം തന്നെ എടുത്തോ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. ഹോട്ടലുകാർ കണ്ടില്ലായിരുന്നെങ്കിലോ അർജുനേട്ടൻ വന്നില്ലായിരുന്നെങ്കിലോ ഓവർ ബ്ലീഡ് ചെയ്ത് ചത്തുപോയന്. അതിനുശേഷം ഒരുതരം ഭ്രാന്തായിരുന്നു അവന്. ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഒരു മാസം കഴിഞ്ഞ് എന്നോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. ആ സീനി അവൻ്റെ ലൈഫിൽ കാണാൻ പാടില്ല. അന്നത്തെ എൻ്റെ സിറ്റുവേഷനിൽ അവൻ ആരെങ്കിലും കൊല്ലണമെന്ന് പറഞ്ഞാലും ഞാൻ കൂടെ നിൽക്കുമായിരുന്നു. അവനെങ്ങനെ ചെയ്ത ആരാന്നും അറിയില്ല. അവൻ്റെ മാനസികാവസ്ഥ അതായിരുന്നു. അതുകൊണ്ട് തന്നെ അവ എന്ത് ചോദിച്ചാലും ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. സ്റ്റഡി ടൂറിന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഉന്തിത്തള്ളി പറഞ്ഞു വിട്ടു. ആ ടൈമിലാണ് ശിവാങ്കളും അപ്പനൊക്കെ മരിക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു പാവം. അപ്പം നിങ്ങൾ ചോദിക്കും, അവൻ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ട് അവൻ എന്തിനാ കിച്ചുവിനോട് അങ്ങനെ ചെയ്തതെന്ന്. ഒരുതരം പ്രാന്തായിരുന്നു പിന്നെ സെക്സ് എന്ന് പറയുന്ന വികാരത്തോട്. ആരെ കണ്ടാലും ആരോടും എല്ലാരോടും അതുവഴി എല്ലാം തീർക്കണം എന്നൊരു വിചാരം മാത്രമായി അവന്. പിന്നെ അതിനവ ഒന്നും ചെയ്യാൻ മടിക്കത്തില്ല. അതുകൊണ്ടാ ഞാനും അവനും കൂടി ഫിദനെ തട്ടിക്കൊണ്ടുപോയത്. ഫിദ കണ്ടില്ലെന്നാ വിചാരിച്ച, പക്ഷെ പിന്നോട് മനസ്സിലായി അവൾ കണ്ടു. എന്നെങ്കിലും അവളത് നിന്നോട് പറയുമെന്ന്. ഇതുവരെ പറയാത്തത് അവൾക്കൊരു ഹോപ്പുണ്ടായിരുന്നു എന്നെ കിട്ടുമെന്ന്. പക്ഷെ ഇപ്പോൾ അവൾക്ക് ആ പ്രതീക്ഷയില്ല. അതുകൊണ്ട് അവളെ ഭാഗം ജയിക്കണ്ടേ, അതിന് നിന്നെ ഞങ്ങളായിട്ട് അടുപ്പിക്കണം. അതിനാ പറഞ്ഞത്. എല്ലായിടത്തും തോറ്റവനാ പാവം. ഒരിടത്തെങ്കിലും ജയിക്കണമെന്ന് വിചാരിച്ചു. ശരിയാ, അവ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ആരൊക്കെ തള്ളി പറഞ്ഞിട്ടും എനിക്കത് അവനെ തള്ളി പറയാൻ പറ്റാത്ത. ഏതിനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ കൂടെ. അവൻ്റെ വേദന കാണാനും അവൻ്റെ വിഷമം കാണാനും. പക്ഷെ അവൻ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ അത് തടയാൻ മാത്രമേ എൻ്റെ പോലൊരു ഫ്രണ്ട് ഇല്ലാതായിപ്പോയെങ്കിലും കേട്ടോ. അല്ലെങ്കിൽ അവിടെ മാത്രം ഞാനെൻ്റെ ഫ്രണ്ട് തോറ്റു. പക്ഷെ അവനതിനെന്നോട് ദേഷ്യമൊന്നുമില്ല. എല്ലാവരും തള്ളി പറഞ്ഞപ്പോൾ ഞാൻ മാത്രം പറഞ്ഞില്ല. പക്ഷെ അവൻ കിച്ചുവിനോട് ചെയ്ത തെറ്റാ. ഇന്നവൻ ഈ ലോകത്ത് ആരെക്കാലം സ്നേഹിക്കുന്ന കിച്ചുവിനെയാ. എനിക്ക് ഇനി അവൻ എന്ത് ചെയ്താലും അവൻ്റെ കൂടെ ഈ ആദം കാണും. അതാദമ്മ ഇന്ദ്രയ്ക്ക് കൊടുത്ത വാക്കാ. ഇതിനാണ് അവൻ എന്നെ കളഞ്ഞത്, അല്ലെങ്കിൽ ഇതിനാണ് അവൻ എന്നെ കൊണ്ട് അവനോട് എന്നെ ബ്രേക്കപ്പ് പറഞ്ഞ ആദമേ? എന്താ അവൻ എന്തെങ്കിലും പറ്റുമ്പോൾ കളഞ്ഞിട്ട് പോകുന്നതാണ് പ്രണയമെന്നാണോ അവൻ വിചാരിച്ചത്? ഇത്രയും നാളും ഞാൻ അവനെ സ്നേഹിച്ചിട്ടും അവൻ്റെ അടുത്തുനിന്ന് ഒരു നോട്ടം പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ലല്ലോ ആദമേ. ഉണ്ടോ? അപ്പൊ അവൻ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചേക്കുന്നത്?
ഇഗ്ലേട്ട, എന്നാ ഇഗ്ലേട്ട എനിക്ക് മാത്രം ഇങ്ങനെ? ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും എനിക്ക് കിട്ടത്തില്ല. ഞാൻ സ്നേഹിക്കുന്നവർക്ക് മാത്രം കഷ്ടകാലം. അങ്ങനെയൊന്നും ഇല്ലടാ. അപ്പൊ ഞാനൊക്കെ ഒരു നല്ല ചേട്ടനാണോ ആസിമേ? സ്വന്തം അനിയന്റെ ലൈഫിൽ നടന്ന ഒന്നും അറിഞ്ഞിട്ടില്ലടാ. അവന്റെ വേദനയെ പോലും കൂടെ നിൽക്കാത്ത ഞാനൊക്കെ ഒരു നല്ല ബ്രദറാണോ? ഒരു മാസം മാറി നിന്നപ്പോ ബിസിനസ്, പണം പണം, ബിസിനസ്. വീട്ടിലുള്ള എല്ലാവർക്കും അതാ ചിന്ത. അവനാരും ശ്രദ്ധിച്ചില്ല, അവനാരും അറിയാൻ ശ്രമിച്ചില്ല. അതൊക്കെ തന്നെയാ അവനെ ഇങ്ങനെ ആക്കിയത്. ദൈവമേ, എത്ര നത്തി കാല് പിടിച്ച ഞാൻ അവനോട് ചെയ്തതിനൊക്കെ എനിക്ക് മാപ്പ് കിട്ടും. ഇല്ല കേട്ടാ, ഇനി എനിക്കൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ പൊട്ടനായിട്ടിരിക്കാൻ വയ്യ. ഇനിയും എനിക്ക് അവനെ നഷ്ടപ്പെടുത്താൻ വയ്യ. ഒരുപക്ഷെ അവൻ ഇപ്പം കിച്ചന് സ്വന്തമായിരിക്കാം, പക്ഷെ എനിക്കവനെ കാണണം, അവനോട് ചോദിക്കണം എന്തിനാ എന്നോട് ഇതൊക്കെ മറച്ചു വെച്ചെന്ന്, എന്നെ അങ്ങനെയാണോ കണ്ടെന്ന്. ഒരു പ്രശ്നം വന്ന അതിന് എന്തോ ആയിക്കോട്ടെ, ഞാനെന്താ ഞാൻ ഇട്ടിട്ട് തോന്നുന്നുണ്ടാക്കി കേട്ടാ നിങ്ങൾക്ക്. നീ ഇതിന് കൂട്ടം നിൽക്കരുതായിരുന്നു ആദ്യമേ. ഒരിക്കലും ഞാൻ അവനെ ഉപേക്ഷിക്കില്ലായിരുന്നടാ. അവൻ എന്നെ ആയിരുന്നില്ലേ? ആയിരിക്കാം ആസി, അത് നിന്റെ ഇന്നത്തെ ചിന്താഗതി. അന്ന് അവൻ ചിന്തിച്ചത് ഇതുപോലെയാ. 100 പേര് പിച്ച് ചിന്തി എന്നെ ആസിക്ക് വേണ്ട. അവൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയല്ലേ? ആ സിറ്റുവേഷനിൽ ഞാനായിരുന്നാലും അങ്ങനെയൊക്കെ ചിന്തിക്കും. അവനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവൻ എല്ലായിടത്തും ശരിയായിരുന്നു, എല്ലായിടത്തും. ഇപ്പൊ ഇതെല്ലാം നാലാമത് ഞാനും അർജുനേട്ടനും അവനും അല്ലാണ്ട് നാലാമത് ഇതറിയണമെന്ന് അവൻ ആഗ്രഹിച്ച ആളാരാണോ അയാളിപ്പോൾ ഇതെല്ലാം അറിഞ്ഞാണ്. കിച്ചുവിനോട് അവ എല്ലാം പറഞ്ഞും കാണും. ഞാൻ പറഞ്ഞില്ലേ നിനക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ലല്ലേ കിച്ചു? അതാ ഞാൻ പറഞ്ഞ. ഇന്നലെ നിന്നെ കാണാമെന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറ്റിയ അതേ കാര്യം തന്നെയാണ് ഞാൻ നിന്നോട് ചെയ്തത്. ഒരിക്കലും ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് അനുഭവിച്ച് ആ വേദന അറിഞ്ഞ് ഞാൻ തന്നെ നിന്നോട് ചെയ്തതാ. ഞാൻ ഈ ലോകത്തെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എനിക്കറിയാം നിനക്കെന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ. കുഴപ്പമില്ല, പറഞ്ഞാ മതി. ഒരിക്കലും ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. നിന്നെ ഉപദ്രവിച്ചതിനൊക്കെ കാലി വീണു മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ്. എത്ര പ്രാവശ്യം വേണോ മാപ്പ് പറയാൻ. അതിന് ഞാൻ ഇന്ദ്രിയ വേണ്ടെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. എനിക്ക് ഇന്ദ്രിയ മതി, വേറെ ആരെയും വേണ്ട. വേണമായിരുന്നെങ്കിൽ ഇന്ദ്രിയ എന്നെ ഉപദ്രവിച്ചപ്പോഴേ ഞാൻ പോയേനെ. ഞാൻ അങ്ങനെ അല്ല. ഇന്ദ്രയ്ക്ക് ഇനി എന്തൊക്കെ പറ്റിയാലും എനിക്ക് ഇന്ദ്രിയ മാത്രം മതി, വേറെ ആരെയും
എൻ്റെ വേറെ ഒന്നും വേണ്ട ഇന്ദിര, നീ എന്നോട് ഉണ്ടായിരുന്നാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എനിക്ക് നിന്നെ മാത്രം മതി. അപ്പൊ നിനക്ക് 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 ഇഷ്ടമാണോ ഇപ്പോഴും? ആണല്ലോ, ഇപ്പോഴാ മുമ്പത്തെ കാലിഷ്ടായ. മുമ്പ് ഇത്ര ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് എൻ്റെ ഇന്ദിരനെ ഒരുപാട് ഇഷ്ടം, ഒരുപാട് ഒരുപാട്. മുമ്പ് അച്ചുവിൻ്റെ അടുത്തില്ലായിരുന്നു, ഇപ്പം അച്ചു എന്തിനെ ഒരുപോലെ ഇഷ്ടം. I love you, ഇന്ദിര. അവനെനിക്ക് കാണണം ആദം. തിരിച്ചെടുക്കാനോ കഴിഞ്ഞതൊന്നും പുതുക്കാനോ ഒന്നുമല്ല, കിച്ചുവിൻ്റെ ഇന്ന് പിടിച്ചു പറിക്കാനോ അല്ല. ഒന്ന് സംസാരിക്കണം. അവൻ അത്രയും വേദന അനുഭവിച്ചപ്പോൾ കൂടെ ഇല്ലായിരുന്നല്ലോ, അതിന് മാപ്പ് പറയണം. അത് മാത്രം മതിയിടാ. അവൻ എവിടെയാന്ന് പറ. എനിക്കറിയാം ആസി, നീ ഒരിക്കലും അത് ചെയ്യില്ല എന്ന്. കാരണം നിന്നെപ്പോലൊരു നല്ലൊരു മനുഷ്യൻ ലോകത്ത് വേറെ ഇല്ലടാ. വിട്ടുകൊടുക്കാനും സ്നേഹിക്കാനൊക്കെ ഇത്രയും വലിയ മനസ്സ് നിനക്ക് മാത്രമേ കാണത്തുള്ളൂ. അവൻ കിച്ചുവിൻ്റെ അടുത്താ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, മറൈൻ ബീച്ചിലാണ്. എന്നെ മൂർത്തി വിളിച്ചിട്ടുണ്ട്, ആൽവി വിളിച്ചിട്ടുണ്ട്. എന്തിനാ ഇവരൊക്കെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. എല്ലാം പോട്ടെ, അച്ചു എന്നെ വിളിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. കാശി വിളിച്ചിട്ടുണ്ട്. തിരിച്ച് വിളിച്ചിട്ടാണെങ്കിൽ ആരും എടുക്കുന്നുമില്ല. അവനോട് നമുക്ക് സംസാരിക്കാം. അവനാദ്യം കിച്ചുവിനോടെല്ലാം പറഞ്ഞിട്ട് വരട്ടെ, അവരൊന്ന് ഓക്കെ ആവട്ടെ. എന്നിട്ട് നമുക്ക് അവനോട് സമാധാനമായിട്ട് സംസാരിക്കാം. അതുപോലെ അഗി. അത് മതി, അവർക്ക് കുറച്ച് സമയം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാസി, നീ സമാധാനപ്പെടും. പിന്നെ ഇവൻ ഇതൊക്കെ നമ്മളോട് പറഞ്ഞെന്ന് അവൻ അറിയത്തില്ലല്ലോ. അറിയുമ്പോൾ ചിലപ്പോൾ നല്ല ഷോക്കാവും. സമാധാനത്തിൽ പോകുന്നതാണ് നല്ലത്. ഇതെല്ലാം കിച്ചുവിനോട് തുറന്നു പറഞ്ഞതിൻ്റെ ആ ഒരു ഇതിലായിരിക്കും ഇപ്പോൾ. അതിൻ്റെ ഇടയിൽ കൂടി നമ്മളോട് കയറി ചെന്നാൽ അത് ശരിയാവത്തില്ലടാ. ആദ്യമേ നീ ഒരു കാര്യം ചെയ്യ്, നീ അച്ചുവിനെ തിരിച്ചു വിളിച്ച് നോക്ക്. ഇവരെല്ലാവരും ഇങ്ങനെ മാറി മാറി വിളിക്കണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം കാണും. ഒന്ന് വിളിച്ചു നോക്ക്. ആകി, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അത്യാവശ്യമില്ലാണ്ട് അച്ചു എന്നെ വിളിക്കത്തില്ല. ഇതുവരെ അവൻ എന്നെ വിളിച്ചിട്ട് പോലുമില്ല. നോക്കട്ടെ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. എന്നാലും നമ്മളിതൊന്നും അറിഞ്ഞില്ലല്ലോ അഗി ഏട്ടാ. ആരായിരിക്കും, എന്തിനായിരിക്കും സെക്സിന് വേണ്ടി ആരുടെയൊക്കെ ജീവിതം തൊലച്ചത്? ആരെയൊക്കെ കണ്ണീരാ കാണേണ്ടി വന്നത്? എനിക്കവരെ വേണ്ടെന്ന് വരെ പറയേണ്ടി വന്നില്ല. എന്റെ ഇന്ദിര ഒരുപാട് വേദന അനുഭവിച്ച് കാണുമല്ല കേട്ടാ. നമ്മളെന്താ ഒന്നും ചെയ്തില്ലല്ലോ കേട്ടാ. അയ്യേ, നീ കരയാതെടാ. അവൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മളെയൊക്കെ ആരാ മനസ്സിലാക്കുന്ന? മനസ്സിലാക്കിയോണ്ടല്ലേ എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും നമ്മളോടൊക്കെ മിണ്ടുന്ന, നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന. എന്റെ ഈ കൈ കൊണ്ടാ ഞാൻ എന്റെ ചെറുക്കനെ അടിച്ചത്. ഇപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കുന്നയോ അവന്റെ കൂടെ ഒന്ന് താങ്ങി നിൽക്കാൻ പോലും
ഞാൻ നിന്നില്ലല്ലോ.